ഏറ്റവും ബഹുമാനായിട്ടുള്ള സ്നേഹമുള്ള മാട്ടിനച്ച, ഇവിടെ പരിശീലനത്തിലെ കൂട്ടുപങ്കാളികളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര വൈദികരെ, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഉപകാരികളെ, ഗുണകാംക്ഷികളെ, അയൽവക്കക്കാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഹോം ഡേയുടെ സ്നേഹോഷ്മളമായിട്ടുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. ഹോം ഡേ ആ വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് ഇതൊരു തിരുഹൃദയ കുടുംബമാണ്. എറണാകുളം അതിരൂപതയുടെ ഏറ്റവും വലിയ ശക്തി കാർന്നോമാരി രൂപത സ്ഥാപിച്ചപ്പോൾ ഇത് ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ്. എറണാകുളം രൂപതയുടെ എല്ലാ വളർച്ചയ്ക്കും എല്ലാ പുരോഗതിക്കും ഈശോയുടെ തിരുഹൃദയം എന്നും തണലാണ്, കരുത്താണ്, വഴികാട്ടിയാണ്. ഞാൻ എറണാകുളം രൂപതയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ചില സത്യങ്ങളുണ്ട്. സംഗതി പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുടുംബങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടെ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന ഒരു അതിരൂപത മറ്റേത് രൂപതയേക്കാളും ശക്തമായ വിധത്തിൽ പങ്കെടുക്കുന്ന ഒരു അതിരൂപത നമ്മുടെ രൂപതയാണ്. നമ്മുടെ രൂപതയ്ക്ക് ധാരാളം സാധ്യതകളുണ്ട്, ധാരാളം പ്രതിസന്ധികളുണ്ട്. സാധ്യതകൾ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ജനമുള്ള ഒരു രൂപത വേറൊരിടത്തുമില്ല. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മതാധ്യാപകർ, നമ്മുടെ സമർപ്പിതരെ, അതൊക്കെ മറ്റേത് രൂപതകളേക്കാൾ കൂടുതൽ ശക്തമാണ്, വളരെ സാക്ഷ്യം നൽകുന്ന ഒരു സാന്നിധ്യമാണ്. പുണ്യാളം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എ സെൽഫിഷ് പ്രീസ്റ്റ് ഇസ് എ സെൽഫ് കോൺട്രഡിക്ഷൻ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തർജ്ജമ കൂടാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഫ് യു ആർ സെൽഫിഷ്, ഡെഫിനറ്റ്ലി യു ആർ നോട്ട് കോൾഡ് ബൈ ദ ലോർഡ്. അതെന്താണോ സെൽഫിഷ്നെസ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വൈദികൻ മുറിച്ചു പങ്കിടുന്ന അപ്പമാണ്. കർത്താവ് ചോദിച്ചു, ഇവർക്ക് വിശക്കുന്നുണ്ടല്ലോ, നമുക്ക് എവിടുന്ന് അപ്പം കൊടുക്കും? ഒരു കുഞ്ഞെ, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അമ്മ കൊടുത്തതാണ്. ഈ ചേട്ടൻ കുറേ പ്രസംഗിക്കും, ദീർഘമായിട്ട് പോകും, അതുകൊണ്ട് നീ വിശന്ന കരയരുത്. അമ്മ കൂടെ ഉണ്ടെങ്കിൽ അപ്പം പുറത്തു വരില്ലായിരുന്നു. അമ്മ വാഷ്റൂമിൽ പോയ നേരത്താണ് അന്ത്രയോസും പീലിപ്പോസും കൂടെ ചെന്നിട്ട് അപ്പുണ്ടോ എന്ന് ചോദിച്ചത്. അവൻ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞിട്ട് ആരോടും പറയാൻ പാടില്ല, ഇവിടെ 5 എണ്ണം ഉണ്ട്, 2 മീനും ഉണ്ട്, ആ ചേട്ടന് വേണമെന്ന് പറയുന്നുണ്ട്, നീ തരുമോ? അവനത് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായിട്ട് ബാക്കി വന്നത് ശേഖരിച്ച് 12 കൊട്ടയുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിക്കും, നമ്മളുടെ അച്ഛന്മാർ മരിച്ച് കബറടക്ക ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ അവരെ നോക്കി പറയാറുണ്ട്, അവരുടെ തലയിൽ ചാർത്തുന്ന കിരീടമുണ്ടല്ലോ, അത് നിറവിൻ്റെ 12 കൊട്ടയുടെ കിരീടമാണ്. നീ രൂപത വലുതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവപ്പെട്ട അച്ഛന്മാർ കഷ്ടപ്പെട്ടതാണ്. അവരെ പിന്നിൽ നിന്ന് താങ്ങിയ കുടുംബാംഗങ്ങൾ, സന്യസ്തര്, ഉപകാരികൾ, ഗുണകാംക്ഷികൾ. അതുകൊണ്ട് ഈ ഹോം ഡേ ആഘോഷിക്കുമ്പോൾ ഞാൻ നമ്മുടെ സെമിനാരിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം തിരുഹൃദയത്തിൻ്റെ മക്കൾ, തിരുഹൃദയത്തെ പോലെ ഉദാരമതികളും ഹൃദയവിശാലതയുള്ളവരും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവരും. എ സെൽഫിഷ് പ്രീസ്റ്റ് ഈസ് എ സെൽഫ് കോൺട്രഡിക്ഷൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ കുറേ തിരക്കുകളിൽ നടുവിലാണ് എങ്കിൽ പോലും എനിക്കൊക്കെ ആഗ്രഹമുണ്ട് മാസത്തിലൊരിക്കലോ
2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ കൂടെ വന്ന് പിള്ളേരെ കാണണം, ഒന്ന് അവരുടെ കൂടെ കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ എനിക്കൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തിരക്കുകളൊക്കെ കഴിയുമ്പോൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹോം ഡേയുടെ സർവ്വമംഗളങ്ങളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.